ഞാൻ ബ്രഷൊക്കെ കൂട്ടുകയല്ലേ, ഈ ബ്രഷ് സ്ലൈഡ് ഇമോഷൻ ആയാലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം മലയാളി ട്രൂ. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. എന്തെല്ലാ വിശേഷം? പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനിലാണ്. ഏതാന്നല്ലേ? ജക്കാർത്ത. ജക്കാർത്ത ഈസ് മൈ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ വന്നപ്പോൾ തന്നെ എനിക്കും എൻ്റെ വയറിലും ഗുളു എന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഐ ഗോട്ട് റെഡി ആഫ്റ്റർ ദാറ്റ് ആൻഡ് ദിസ് ഇസ് ദ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. സോ ഐ ജസ്റ്റ് ഹാവ് ടു വെയർ മൈ ബാഗ് ആൻഡ് ലെറ്റ്സ് ഗോ. അപ്പം എന്തല്ലേ, എൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താലോ. നിങ്ങളെ കൊണ്ട് ഞാൻ കൊണ്ടുപോയെന്ന്. സോ ജക്കാർത്ത എന്ന് പറയുമ്പോൾ മസാജ് അത് ഇതെന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം മസാജിനല്ല വന്നത്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇസ് ഗെറ്റിംഗ് മാരീഡ്. സോ ഞാനും അവൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ 22 years ആണ്. So I'm coming back soon to Kerala to attend our wedding. So I was thinking, ഞാൻ എന്തുകൊണ്ട് എന്നെ തന്നെ ഒരു പാമ്പർ ചെയ്തുവിടാം. സോ നെയിൽ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു, ഔട്ട്ഫിറ്റ് അനുസരിച്ച് കളറും ഇടണമായിരുന്നു. സോ I thought to do a pedicure, and pedicure is very cheap. Trust me guys, if you go to Jakarta you have to do pedicure manicure is the must. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്തുകൊണ്ട് ഇന്തോനേഷ്യൻ ചേച്ചിയുടെ കയ്യിൽ എൻ്റെ മുടിയൊന്ന് കൊടുത്ത് എക്സ്പെരിമെൻ്റ് ചെയ്തുകൂടാ. ഞാൻ എവിടെയും എൻ്റെ മുടി കൊടുക്കത്തില്ല, എന്നാലും ചെയ്തു. അടിപൊളി റിസൾട്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ദ വേ ദ കട്ട് ആ ഹെയർ. ബിക്കോസ് നമ്മുടെ ആൾക്കാരത്ത് ഒരു 20 പ്രാവശ്യം പറയണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഇവരത്തെ ഞാൻ ഭാഷ അറിയാതെ പോലും ഒരു ഭാഷ പറഞ്ഞപ്പോൾ അവരത് ചെയ്തു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലെത്തി ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഞാൻ ചെയ്ത ഡീൽസ്. എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. See you in the next video.